കരളുരുകുന്നൊരുമ്പരം കഥനങ്ങളിൽ ജീവനിൻ കഥയല്ലിത് ജീവിതം. നമസ്കാരം. കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുന്ന ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ കെ ശശിധരൻ നായർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ തങ്കച്ചൻ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ VNP കൈമൾ. എല്ലാവർക്കും സ്വാഗതം. എന്നിട്ട് വൈകിട്ട് 6:30 സ്റ്റേഷനിലെത്തുമ്പോൾ ഇവർ പറഞ്ഞു വെച്ചാൽ പിന്നെ ഇവർ ഭാര്യേൻ്റെ അമ്മേൻ്റെ കൂടെ പറഞ്ഞു വെച്ചു. അവർ പറയേണ്ടതെല്ലാം പറഞ്ഞ് അവർ പോയി വന്നു. നമ്മൾ അപ്പോൾ അവർ പോലീസുകാരനോട് വെച്ച് അവരെന്തെല്ലാം പറഞ്ഞു, നിൻ്റെ ഭാര്യയ്ക്ക് ഒരു തെറ്റ് പറ്റി, ഭാര്യയെ കുട്ടീനെയും കൊണ്ട് നിൻ്റെ കൂടെ വരാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പെണ്ണിൻ്റെ കൂടെ വരാൻ. പക്ഷേ അവളെ അമ്മ വിടുന്നില്ല. അവളെ അമ്മ വമ്പ ഇതാന്ന് നമ്മളിരുന്ന് കണ്ടെടുത്തോളം ഒരു പോലീസുകാരെ അയാൾ ചിലപ്പോൾ നല്ല മനസ്സിലായതുകൊണ്ടിരിക്കും എന്നോട് പറഞ്ഞു. ആരാന്ന് എന്താ പേരെന്ന് എനിക്കറിയില്ല. അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പോൾ എന്നോട് വെച്ച് നീ അവരെ വീട്ടിൽ പോകുന്നുണ്ടോ? ഞാൻ വീട്ടിൽ പോകുന്നില്ല, എനിക്കെന്തെല്ലാം നഷ്ടപ്പെട്ട്. ഞാൻ എൻ്റെ താലി പോയി, ഫോണ് പോയി, പിന്നെ കല്യാണത്തിൽ ഇത്ര പൈസ ചിലവായി, പിന്നെ ചെറുക്കൻ്റെ പേര് കേസെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നിൻ്റെ കല്യാണം നിയമപരമായിട്ട് കഴിഞ്ഞിട്ടില്ല, അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതായാലും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ പോയില്ല, ഭാര്യയെ കാണാൻ പോയില്ല? അല്ല, പിറ്റേ ദിവസം പോയി. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ അന്ന് ആളെ രാത്രി ഓട്ടാക്കി പിറ്റേ ദിവസം രാവിലെ കരിന്തൽക്കോട് പോയി. ഇവർ താമസിക്കുന്നിടക്ക് പോയി. താമസിക്കുന്നിടക്ക് പോയിട്ട് നോക്കുമ്പോൾ അവരവിടെ ഇല്ല. അപ്പോൾ ഞാൻ താഴെയുള്ളൊരു വീട്ടിലെ പെണ്ണുങ്ങളോട് ഞാൻ ചോദിച്ചു, അവർ ഇന്നലെ വന്നിട്ട് എടുക്കാനുള്ളതൊക്കെ എടുത്ത് അവർ പോയിന്ന്. ഞാൻ എവിടെ പോയി എന്നറിയില്ല. ഞാൻ ശരിയായി കൂട്ട് വന്നു. ഞാൻ വെച്ച് ഇവർ നേരെ കടക്കൽ വിട്ടിട്ടുണ്ടോ? കടക്കൽ പോയി അന്വേഷിച്ചു, അവിടെയും വന്നിട്ടില്ല. പിന്നെ ഇവരെവിടെ പോയി അറിയില്ല. പിന്നെ ഇവളെ അമ്മേനെ വിളിച്ച്. പിന്നെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. നാട്ടിലേക്ക് വിളിച്ചു വന്നു. ഞാൻ എൻ്റെ ഭാര്യ ഞാൻ മോനെ എനിക്ക് തിരിച്ച് പോകണം, മോനെ അവരെവിടെ ഉള്ളതെന്ന് എനിക്ക് അറിയില്ല വന്നു. പിന്നെ ഇവൻ്റെ ചെറുക്കൻ്റെ അമ്മേനെ വിളിച്ച്, പിന്നെ ചെറുക്കൻ്റെ അളിയനെ വിളിച്ചു. സകലാളും വിളിയോട് വിളിയാണ്. ഇവർക്ക് അറിയില്ല എവിടെയാ ഉള്ളതെന്നുള്ള കാര്യം. ഇപ്പൊ ഈ നിങ്ങൾ പറഞ്ഞില്ലേ ഈ കുട്ടിയുടെ അനിയത്തിയെ കല്യാണം കഴിച്ച് നിങ്ങളുടെ നാട്ടിലാണെന്ന്, അവരോ? അവർക്കും അറിയില്ല. ഇല്ല, ഈ അമ്മച്ചിക്ക് അറിയില്ല പറയുമ്പോൾ അവർക്ക് അറിയില്ല. അമ്മച്ചി ഇവളുമായിട്ടില്ല കോണ്ടാക്ട് ഉള്ളൂ. ഇവളെ ഏച്ചി അനിയത്തിനെ വിളിക്കുന്നില്ലല്ലോ. അല്ല, അപ്പൊ ബിച്ചുവും ഈ കുട്ടിയും നിങ്ങളുടെ ഭാര്യയും തമ്മിലാണ് പോയത്. എവിടെയാ പോയെന്ന് അറിയില്ല. അപ്പൊ ഈ നിങ്ങളുടെ ഭാര്യയുടെ അമ്മ അവിടെയുണ്ട്? ഭാര്യയുടെ അമ്മ അവിടെ ഉണ്ട്. എവിടെയുണ്ട്? അവരുടെ വീട്ടിൽ തന്നെ. ഇവരെ കരിന്തൽക്കോട് വീട്ടിൽ തന്നെ ഉണ്ട്. ഈ പിന്നെ ഭാര്യയുടെ അമ്മ പിന്നെ എവിടെയാണ് ഉള്ളതെന്നാ നിങ്ങൾ അറിഞ്ഞത്? പിന്നെ ഭാര്യയുടെ അമ്മ ഈ അച്ഛൻ വേറെ വാടക വീട് എടുത്ത് കൊടുത്ത് അവിടെ ഉണ്ട് പറഞ്ഞു. പക്ഷെ ആ എവിടെയാ സ്ഥലം അറിയില്ല. നിങ്ങൾ പിന്നെ ഫോൺ ചെയ്തില്ലേ? ഫോൺ ചെയ്തിരുന്നു. അപ്പോഴേ എവിടെയായിരുന്നു? ബംഗ്ലാക്കുന്ന് എന്നോട് പറഞ്ഞത്. എവിടെ? ബംഗ്ലാക്കുന്ന് പറഞ്ഞു. പിന്നെ അവരോട് ചോദിച്ചു, നിങ്ങളെവിടെ വെക്കുന്നത്? ബംഗ്ലാക്കുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്ന് മാറി ബംഗ്ലാക്കുന്നിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ എവിടെയാ സ്ഥലം? എനക്കും അറിയില്ല. ശരി. ഭാവിയിൽ എന്റെ ഭാര്യക്ക് 23 വയസ്സായി. ഇപ്പോൾ അപ്പോൾ 23 വയസ്സായ ഒരു പിന്നെ കുട്ടിയുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി ഭാവിയിൽ. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, പിന്നെ ഓളെ കൊണ്ട് ഒരു മുദ്ര പേപ്പറിൽ ഞാനും അനക്കും നോക്കും യാതൊരു ബന്ധുവില്ലാതെ ഒരു ഒപ്പിടിച്ചതാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞാൻ ചെയ്തു തരാം, നീ എൻ്റെ മൊബൈലിൽ ഒരു 50 ഉറുപ്പ് ഇട്ട് ഞാൻ പിന്നെ ആടെ പെണ്ണുങ്ങളായിട്ട് സംസാരിക്കേണ്ടത്. ഈ ഭാര്യ അൻസി എന്ന് പറയുന്ന കുട്ടി ആ ബിച്ചുവിന്റെ കൂടെയാണ് ഇപ്പം താമസിക്കുന്നത്. കുട്ടിയും നിങ്ങളുടെ കുട്ടി എവിടെയാണ് താമസിക്കുന്നത്? ഇപ്പം താമസിക്കുന്നത് കൈതക്കുഴി സ്ഥാനത്ത്. അച്ഛൻ പറഞ്ഞു തന്നിട്ട് ഞാൻ അറിഞ്ഞതാണ്. അത് നിലമ്പേലിന്റെ എത്തുന്നതിന്റെ കുറച്ച് ഇങ്ങോട്ട് സ്റ്റോപ്പിൽ. കഴിഞ്ഞ മാസം ഞാൻ പോയി കാണുകയും ചെയ്തു. കുട്ടീനെ പോയി കണ്ടു, ഓളെയും പോയി കണ്ടു. എന്താ പറയണേ? അപ്പോൾ ഞാൻ ഈ അച്ഛൻ്റെ ഇത് കൊണ്ട് ഞാൻ പോയി കണ്ട്. അപ്പോൾ ഓളോട് ഞാൻ ചോദിച്ചു, നിന്റെ നിലപാടെന്ന് ഞാൻ ചോദിച്ചു. അതും പറയും, നിങ്ങളൊന്ന് ജീവിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറൊരാളെ കൂടെ വന്നത്. പിന്നെ ഞാൻ ഇന്ന് വേറൊരാളെ ഭാര്യയാണ്. ഞാൻ കുട്ടീൻ്റെ കാര്യത്തിൽ കുട്ടി നിങ്ങളതല്ലാന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത് കോടതി ഞാൻ തെളിയിച്ചോളൂ, എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യും. കുട്ടി സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടല്ലോ എൻ്റെ എടുക്കാം, ഞാൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സുന്ദരിച്ച് നിങ്ങൾ ഒരു 20 വയസ്സിൽ വെച്ചൊക്കെ ഒരു പിന്നെ വേറൊരാളെ ഭാര്യനെയും കുട്ടീനെയും കൂട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ? ഏതായാലും അമ്മയെ സ്വീകരിക്കുമോ എന്ന് ഞാൻ ചെറുക്കൻ്റെ അമ്മയോട് ചോദിച്ചു. മോനെ എൻ്റെ മോൻ ചെയ്ത് തെറ്റാണ്, അത് എനക്കും അറിയാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം കുട്ടീനെ. നിങ്ങൾ സ്റ്റേഷനിൽ എത്തിയടുത്ത് നിങ്ങളോട് ഞാൻ വിളിച്ച് പറഞ്ഞല്ലേ, ഓനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകണം. പെണ്ണിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാവും. എന്നാ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞത് ഈ വിച്ചുവിന്റെ അമ്മയോട്? ഇതെല്ലാം അന്നും പറഞ്ഞ് സ്റ്റേഷനിലുള്ള സമയത്തും പറഞ്ഞു. അല്ല, സ്റ്റേഷനിൽ വെച്ചല്ലാതെ പിന്നീട് അന്ന് പോയി കാണുമ്പോൾ പറഞ്ഞു. അന്ന് മാസം മുമ്പ് പോയി കണ്ടില്ലേ? കഴിഞ്ഞ മാസം പോയി കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ ഒച്ചപ്പാടും ബഹളാക്കാനെല്ലാം. പിന്നെ അവര് പിന്നെ ഓളെ അനിയത്തെല്ലാം എന്നോട് കയറിലാണ്. അപ്പൊ ഇപ്പൊ ബിച്ചുവിന്റെ അമ്മയുടെ കൂടെ തന്നെയാണ് ഇവരെല്ലാരും ഒരു വീട്ടിലാണ്. ഏതായാലും ഇപ്പൊ നിങ്ങളുടെ ഭാര്യയും
കുട്ടിയും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് തിരിച്ചു വേണം തന്നെയാണ്. നിങ്ങളുടെ നിലപാട് ഇപ്പൊ ഇവിടെ തന്ന പരാതിയിലും ഒക്കെ എഴുതി തന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയും മകളും കുട്ടി ആണോ പെണ്ണോ? ആൺകുട്ടി. അംബരീഷ്. അപ്പൊ നിങ്ങൾ എപ്പോഴും പൂർണ്ണമായിട്ടും ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട്? ഭാര്യ തിരിച്ചു വന്നാൽ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്? അതല്ല, അവള് വരുന്നില്ല എങ്കിൽ അവന്റെ കൂടെ ജീവിക്കാനാണ് താല്പര്യമെങ്കിൽ അനക്ക് കുട്ടീൻ്റെ കാര്യത്തിൽ തീരുമാനം ഒക്കെ എടുക്കണം. അതുപോലെ തന്നെ ഈ ചിലവായ പൈസ, സ്വർണവും കാര്യങ്ങളും ഫോണും എല്ലാം കൊടുത്ത പൈസ എനിക്ക് തിരിച്ചോണം. ചെക്കൻ്റെ പേരിൽ നടപടി എടുക്കും. 20 വയസ്സിലെ ചെക്കനെ കൊണ്ടുപോയിട്ടില്ല. ശരിക്കും ലീഗൽ മാരേജ് ഇല്ല. ലീഗൽ മാരേജ് ഇല്ല. അല്ല, വാട്ട് ഐ എം ആസ്കിങ് ഈസ് 21 വയസ്സ് കഴിഞ്ഞാലാണോ that he is an adult and he can live with a girl if he wants. മാരേജിനുള്ള വയസ്സ് 21 ഉള്ളൂ. 18 വയസ്സ് കഴിഞ്ഞാൽ മെജോറിറ്റി ആയി. അല്ലേ, മേജറായി. പിന്നെ he has a right to live with any woman he wants to live with. അല്ലേ, അതാ ഞാൻ പറഞ്ഞത്. മേജറാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരാള് നിങ്ങളുടെ ഭാര്യയും മേജറാണ്, നിങ്ങളുടെ ഭാര്യയും ഒരു ഇതാണ്. അപ്പൊ അവര് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം എന്ന് തീരുമാനിച്ചാൽ കല്യാണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. ഇല്ലെങ്കിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും കല്യാണം കഴിക്കുവാണെങ്കിൽ അതിന്റെ നിയമം എങ്ങനെയാന്നുള്ളത് അയാൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞ കുട്ടിയെ വേണം എന്ന് നിങ്ങൾ പറയുന്നു. നമുക്ക് സംസാരിച്ചു നോക്കാം കുട്ടിയെ കിട്ടുമെന്നുള്ളത്. തരാൻ തയ്യാറാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ കോടതി തന്നെ പോകണം. അതും അതെ. അതപ്പോ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ഭാര്യയും കുട്ടിയും നിങ്ങളുടെ കൂടെ വരണം. ഭാര്യ വരില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. വിസിറ്റോറിയൽ റൈറ്റ്സ് എന്തായാലും നിങ്ങൾ അല്ല, ഒരു വയസ്സായിട്ടുള്ള കുട്ടി ഇയാൾ കൊണ്ടുപോയിട്ട് എങ്ങനെ കഴിയില്ല. അയാൾക്ക് എല്ലാ മാസവും കാണാനുള്ള അവകാശം. അത് ഹരീഷിന് വേണ്ട ഇപ്പൊ ഒന്നുകിൽ ഭാര്യയും കുട്ടിയും ഒന്നിച്ച് കിട്ടുക, അല്ലെങ്കിൽ ഭാര്യ അവളുടെ ഇഷ്ടത്തിന് പോലെ പോവുകയാണെങ്കിൽ കുട്ടീനെ കാണാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ടാവുക, ചെലവായ പണം നിങ്ങൾക്ക് കിട്ടുക. ഇതാണ് നിങ്ങളുടെ ആവശ്യം അല്ലേ? ചെലവായ പണം വെച്ചാൽ അത്ര വലിയ എമൗണ്ട് ഒന്നും അല്ല. അതൊക്കെ അല്ല. എന്തായാലും ഇതാണ് അവസ്ഥ. അപ്പൊ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അമ്മ വന്നിട്ടുണ്ടല്ലേ? നമുക്ക് ഇദ്ദേഹത്തിന്റെ അമ്മയെ വിളിക്കാം. മാധവി അല്ലേ? മാധവി വരൂ. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വിട്ടുപോയതാ അല്ലേ? നിങ്ങൾ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് പയ്യനെ വളർത്തിയത്. നിങ്ങൾ കൂലിപ്പണിക്ക് പോയിരുന്നു? ഇപ്പോഴും പോകുന്നുണ്ട്? എന്തോ സുഖമില്ല എന്ന് പറഞ്ഞാൽ എന്താ? കാലിന് സുഖമില്ല, കാല് കടച്ചതാ, രക്തവാദം പോലെ വേദനയുണ്ട്. കണ്ണിന് കാഴ്ചക്കുറവ്? കണ്ണ് കാണുന്നില്ല, പിന്നെ ചെവിയൊക്കെ ഇല്ല. എനിക്ക് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ, ഒറ്റ കാര്യമേ ഉള്ളൂ. അന്യമതത്തിൽപ്പെട്ട ഒരു കുട്ടിയെ കല്യാണം കഴിക്കാൻ നിങ്ങൾ ഒരേ ഒരു മകനേ ഉള്ളൂ. ആ കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ സമ്മതിച്ചു എന്ന് പറഞ്ഞു. അത് ഓക്കെ. പക്ഷേ അവരുടെ വീട്ടുകാരെങ്ങനെ സമ്മതിച്ചു എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അവർ സമ്മതിച്ചെന്നുള്ളത്? കാരണം ഞാനിത് ചോദിക്കാനുള്ള കാരണം, അവര് ഇങ്ങനെ ഒരു കല്യാണത്തിന് സമ്മതിക്കുമ്പോൾ വല്ല പോരായ്മ ഉണ്ടോ? അപ്പൊ ആരെങ്കിലും നല്ലൊരു പയ്യൻ വരുമ്പോൾ കല്യാണം കഴിപ്പിച്ച് എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ച് വിടാം എന്നുള്ള ചിന്തയിൽ, എൻ്റെ ഒരു സസ്പിഷനാണ്, ശരിയായിക്കൊള്ളണമെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയും ആവാമല്ലോ. ഇല്ല, ചിലവരുണ്ട് ചില വൈകല്യങ്ങൾ മറച്ചു വെച്ച് എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഇതുണ്ട്. വെച്ചാൽ നമ്മൾ ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു വിവാഹം ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ പല സംശയങ്ങൾ തോന്നിപ്പോകുന്നു. അതാണ് ചോദിച്ചത് ഞാൻ. പിന്നെ നിങ്ങൾ വീട്ടിലുള്ളവർ അവിടെ പോയി ഈ കുട്ടിയോ ഈ കുട്ടിയുടെ വീട്ടുകാരെ കുറിച്ചോ ഒന്നും നിങ്ങൾ അന്വേഷിച്ചില്ല. ഈ അനിയത്തിയുടെ ഭർത്താവ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ വിശ്വസിച്ചു. കാരണം 2-3 കാര്യങ്ങളാണ്. ചേച്ചി നിൽക്കെ അനിയത്തി കല്യാണം കഴിക്കുന്നു, അത് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട തന്നെയാണ്. അതേപോലെ എന്തുകൊണ്ട് ഈ അവരുടെ സമുദായത്തിൽ അല്ലാതെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടേ ഇല്ല. പിന്നെ ഇതിൽ വേറൊരു ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയ ഒരു കാര്യം, ഈ പറയുന്ന അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ ഈ നിമിഷം വരെ കണ്ടിട്ടില്ല.
ഒരാള് നിങ്ങളെ വിളിക്കുന്നു, ഞാൻ ആൻസിയുടെയും ഈ കുട്ടിയുടെയും അച്ഛനാണ്, ഞാൻ ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത്, നമ്പർ കണ്ടറിയാലോ, +971 വന്ന് അത് ഗൾഫാണ്. അപ്പോൾ അത് അങ്ങനെ വിളിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അത് എത്രത്തോളം അതിൽ സത്യസന്ധത ഉണ്ടോ എന്നുള്ളതും നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കിട്ടാതെയാണോ, നിങ്ങൾക്ക് അതിനെന്തെങ്കിലും, നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇങ്ങനെ പോയി വേറൊരു സമുദായത്തിൽ പോയി വേറൊരു പെൺകുട്ടീനെ എങ്ങനെയെങ്കിലും ഒന്നും അന്വേഷിക്കാതെ ഇത്രയും സംശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നും ഇത്രയും ദൂരത്തുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് വല്ല കാരണമുണ്ടോ പറയാൻ? ഇല്ല, ഞാൻ അന്വേഷിക്കുമ്പോ ഒറ്റ കാര്യമാണ് കേൾക്കുന്നവർക്ക് ഈ എന്റെ മനസ്സിൽ തോന്നിയ സംശയം പലർക്കും തോന്നാം. ആരുടെ കയ്യിലാണ് അത് പെൺകുട്ടിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇയാൾ എന്തിനാ എന്നെ കല്യാണം കഴിക്കേണ്ട കാര്യം, അയാള് വേറൊരു സമുദായത്തിൽപ്പെട്ട ആള്, ഇത്രയും ദൂരെ, ഇത്രയും ഇത്, എന്നാ പെണ്ണിന്റെ വീട്ടുകാർക്കും എന്തുകൊണ്ടോ തോന്നിയിട്ടില്ല. അതാ പറയണേ, അത് എന്തുകൊണ്ട്, അത് എന്ന് വെച്ചാൽ നിങ്ങളുടെ കാസ്റ്റിലും സ്നേഹിച്ച് നിൽക്കുന്ന പെൺകുട്ടികളെ ഉണ്ടാവില്ലേ, അതൊന്നും അന്വേഷിക്കാതെ. അതോ നിങ്ങൾ പറഞ്ഞ ഒരു ഇതെന്താന്ന് വെച്ചാൽ കല്യാണം അന്വേഷിക്കാൻ നിങ്ങൾ പറഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഫോട്ടോ വരുന്നത്. നേരത്തെ പറഞ്ഞത് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ആലോചന വരുന്നത്. ഈ 1.5 വർഷത്തിനിടയിൽ വേറെ ഒരു ആലോചനയും വന്നില്ലേ? ഇല്ല, ഞാൻ അന്വേഷിക്കാൻ വേണ്ടി പോയില്ല. അപ്പൊ എന്തായാലും ഈ പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോയതിനു ശേഷമുള്ള കാര്യങ്ങളാണ് പിന്നെ ഈ ഡെവലപ്മെന്റിലേക്ക് ഇപ്പോഴുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്ലെ ഹരീഷ്, അല്ലെ വേറെ ചോദിക്കട്ടെ, ഈ അച്ഛൻ വന്നല്ലോ, അച്ഛൻ ഇപ്പോൾ നാട്ടിലുണ്ടല്ലോ അല്ലേ? അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇത് പരിഹരിക്കാൻ വേണ്ടി അച്ഛനോട് നിങ്ങൾ എന്തെങ്കിലും റിക്വസ്റ്റ് നടത്തുമോ? അച്ഛനെ കാണുകയോ ചെയ്തിരുന്നോ? അച്ഛനെ കണ്ടില്ല, പക്ഷെ ഫോണിലൂടെ അങ്ങനെ കാണാൻ എന്തെങ്കിലും ശ്രമം? കാണാൻ അയാൾ ഒരു വട്ടം എന്നോട് ചോദിച്ചിരുന്നു. പിന്നെ ഓണത്തിന് വന്ന് എടുക്കാനോട് ഇനിയൊന്ന് കാണണം, ഒരു 5 മിനിറ്റ് സംസാരിക്കാണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അയാൾക്ക് അപ്പോഴേക്കും സുഖമില്ലാണ്ടായി, പിന്നെ എന്തോ ഓപ്പറേഷന്റെ കാര്യം പറഞ്ഞിരുന്നു. കാരണം അയാളെന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് കാണണം, പിന്നെ അയാൾ തന്നെ അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ സത്യമായിരിക്കാം. അയാൾക്ക് സുഖമില്ലാതെ ആയിരിക്കാം, ഓപ്പറേഷൻ ആയിരിക്കാം, ഒക്കെ ശരിയായിരിക്കാം. എന്നാ പിന്നെ ഓപ്പറേഷൻ ആണ്, എനിക്ക് സുഖമില്ല, എനിക്ക് അത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല, പൊന്നുമോനെ നീ ഇങ്ങോട്ട് വാ. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല? അല്ല, അന്നേരം എനിക്ക് പിന്നെ വരാൻ പറ്റിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മരുമകളെയും കുട്ടിയും വേണം. അവര് വരാൻ തയ്യാറല്ലെങ്കിൽ വരാൻ തയ്യാറല്ലെങ്കിൽ എന്ത് നമ്മൾ ചെയ്യും? മോനെ കിട്ടണം. വരാൻ തയ്യാറുണ്ടെങ്കിൽ കുട്ടി തന്നെ കിട്ടൂലല്ലോ. ഈ പ്രായത്തിൽ തന്നെ കിട്ടിയ പ്രയാസമല്ലേ? അപ്പൊ ആ കുട്ടിയെ കിട്ടാൻ വേണ്ടി നിങ്ങൾ മരുമകളെ സ്വീകരിക്കാൻ തയ്യാറാണ്? അല്ല, ഓക്ക് അങ്ങ് ഓന്റെ കൂടിയാ പോകുന്നത്. അതിനൊരു മോശമില്ല. ഭാര്യയെ കാണാതായി എന്നുള്ള രീതി പരാതി കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ചെയ്തു. വിച്ചുവിൻ്റെ കൂടെ താമസമാണെന്നുള്ള വിവരം മനസ്സിലാക്കി. നിങ്ങൾ പിന്നെ ഇതിനൊരു പരിഹാരം തേടാനായിട്ട് പോലീസ് സ്റ്റേഷനിലോ മറ്റു കോടതികളിലോ മറ്റൊന്നും ഒരു നടപടി എടുത്തില്ല? കോടതി കൊടുത്തിരുന്നു. തലശ്ശേരി കുടുംബ കോടതി കൊടുത്തിരുന്നു. തലശ്ശേരി കുടുംബ കോടതിയിൽ എന്ത് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്? ഭാര്യയും മകനെയും തിരിച്ചു പോകണം, അതുപോലെ തന്നെ ചെക്കന്റെ പേരിൽ നടപടി എടുക്കുമ്പോഴെന്നുണ്ട്. ഭാര്യയും മകനെയും തിരിച്ചു കിട്ടണം. ഭാര്യനും കുട്ടീനും വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തിരുന്നു. അവര് ഹാജരായാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, ഇല്ല ഡൈവോഴ്സ് നോട്ടീസ് കിട്ടുന്നു പറഞ്ഞു. അവര് ഹാജരായി. അതായത് റെസൊല്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് കൊടുത്തിട്ട് അവര് ഹാജരായില്ല, പ്രശ്നം കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് ഡൈവോഴ്സിന് കൊടുക്കാം. സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഹർജി കൊടുത്തിരിക്കുന്നത്. അതിപ്പോ എന്തായി? ആ കേസ് എന്തായി? ആ കേസ് വെച്ചാല് അവര് വക്കീൽ നോട്ടീസ് അയച്ചു. അവർക്ക് നോട്ടീസ് അയച്ചു. അഡ്വക്കേറ്റ് നോട്ടീസ് അയച്ചതേ ഉള്ളൂ. നോട്ടീസ് അയച്ചു. അതോ കോടതിയിൽ പോയോ? കോടതിയിൽ പോയിട്ടില്ല. കോടതി പോയിരുന്നു ഹരീഷ്? കോടതി ഒരു വട്ടം പോയി. വിളിച്ചോ? നിങ്ങളുടെ കേസ് വിളിച്ചോ? ആ കേസ് വിളിക്കുകയും ചെയ്തു. ഈ പെൺകുട്ടി വന്നോ? വന്നില്ല. അവരെ ഹാജരായില്ലേ? ഇല്ല, ഹാജരായിട്ടില്ല. അപ്പൊ എന്ത് പറഞ്ഞു? എന്നോട് പറഞ്ഞു പിന്നെ നോട്ടീസ് അയക്കണം നന്ദി. നോട്ടീസ് അയച്ചു. അപ്പൊ കോടതിയിൽ അവധിക്ക് വെച്ചിരിക്കുന്നത് അത് പിന്നത്തെ ഇത് മാസം എനിക്ക് കൃത്യം ഡേറ്റ് ഓർമ്മയില്ല. അപ്പൊ പിറ്റത്തെ മാസം പിന്നെ വക്കീൽ നോട്ടീസ് അയച്ചിട്ട് തിരിച്ചു വന്നു. അതായത് ആൾതാമസമില്ലാതെ തിരിച്ചു വന്നു. അയച്ചായിരിക്കും. നിങ്ങളോട് നിങ്ങളുടെ പരിപാടി വളരെ സ്നേഹത്തോടെയാണ് നിന്നിരുന്നത്, ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കുട്ടി കിട്ടണം മാത്രം. എന്റെ മോനെ കിട്ടണം, ഓനും കിട്ടണം. എനിക്ക് പോലും അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മരുമകളെയും കുട്ടിയും വേണം. കേസ് കൊടുക്കണം. അത് എനിക്ക് പോലും വരാൻ തയ്യാറല്ലെങ്കിൽ എന്ത് നമ്മൾ ചെയ്യും? മോനെ കിട്ടണം.
മോനെ കിട്ടണം. വരാൻ തയ്യാറുണ്ടെങ്കിൽ കുട്ടി തന്നെ കിട്ടൂലല്ലോ. ഈ പ്രായത്തിൽ തന്നെ കിട്ടിയ പ്രയാസമല്ലേ. അപ്പൊ ആ കുട്ടിയെ കിട്ടാൻ വേണ്ടി നിങ്ങൾ മരുമകളെ സ്വീകരിക്കാൻ തയ്യാറാണ്? അല്ല, ഓക്ക് അങ്ങ് ഓൻ്റെ കൂടിയാ പോകുന്നെങ്കിൽ അതിന് മോശം. 4 മാസമായിട്ട് എൻ്റെ മോൻ അതിനും കൊണ്ട് കഷ്ടപ്പെടുന്നു. എന്തിനായിട്ടും വാങ്ങി കൊടുത്തിട്ട് 4 മാസമായിട്ട് ഓളെന്നാ പറയുന്ന സാറിൻ്റെ ചൊക്കെ വാങ്ങിക്കൊടുക്കും. 4 മാസമാകുമ്പോൾ പിന്നെ 7 മാസമാകുമ്പോൾ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരാഴ്ചയിൽ വേഗം വരും. അത് ആർക്കും അറിയാം. 4 വാര കെട്ടലും മറ്റേ കെട്ടലും നമുക്കൊന്നും അറിയില്ല. ഇവൻ കെട്ടിക്കൊടുത്ത 4 വാരലും കൊണ്ട് അമ്മച്ചി വിട്ടു. ഇവരറിയാണ്ട് താലി ഇത് ഗ്യാരണ്ടിയാണ്. മറ്റേ മാല മാല ഗ്യാരണ്ടിയാണ്. സ്വർണ്ണല്ലാന്നോ? നിങ്ങൾ കെട്ടിക്കൊടുത്ത ഗ്യാരണ്ടിയാ? അത് പറഞ്ഞു ഗ്യാരണ്ടിന്റെ മാല, താലി സ്വർണ്ണം. താലി സ്വർണ്ണം. നിങ്ങൾക്ക് ചെലവായ പൈസ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് എന്ത് കണക്ക് വെച്ചാ പറയുന്നേ? ഇവൻ ചെലവാക്കിയ പൈസ അത് എന്താ? ഒരു ഭാര്യക്ക് വേണ്ടി ചെലവാക്കിയത് പലതരത്തിലുണ്ട്. ആഹാരം തൊട്ടെല്ലാം ചെലവാണ്. അപ്പൊ ഏതാണ്? അതും വേണ്ട, ആഹാരത്തിനും വേണ്ട, ബാക്കിയുള്ള ഏത് ബാക്കിയുള്ള പൈസ? ഓൻ ഫോൺ വാങ്ങിക്കോട്ടെ, ഇതിലോ സാധനം വാങ്ങിക്കോട്ടെ, ഞാനറിയില്ല. താലി 4000 ചില്ലാൻ ഉറുപ്പ്യ. ഫോണ് 1800 രൂപയുടെ ഫോൺ കൊടുത്തു. 2 ഫോൺ ഒന്നും 2 വാങ്ങിക്കോട്ടെ, 2 ഫോൺ വാങ്ങിക്കോട്ടെ. ഇവ വാങ്ങിക്കോട്ടെ, അത് 9 വാങ്ങിക്കോട്ടെ. ഓക്കെ, അപ്പൊ 7000 ഉറുപ്പ്യായി. എത്ര നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടത്? ഇതിന്റെ പൈസ അത് എത്ര? ഒരു കണക്ക് വേണ്ടേ? 1800 ഫോണിന്, 2 ഫോണിന് പിന്നെ അതിന്റെ പൈസ. 2 ഫോണിന്റെ പൈസയും 4000 രൂപ ഗോൾഡിന്റെ പൈസയും അല്ല, അപ്പൊ 7000 രൂപയോളം വരും. 7000 8000 രൂപ വരും. ശരിയാണോ? അതേ വേണ്ടു. അവന്റെ കൂടെ പോവാൻ തയ്യാറാണ്. മകന് മദ്യപാനം കൂടുതലുണ്ടോ? അതൊന്നുമില്ല, എപ്പം കഴിക്കാം. എപ്പോഴൊന്നും കഴിക്കില്ല. ഒന്നുമില്ല, അതൊന്നുമില്ല. അതുകൊണ്ട് ജീവിക്കാനാവില്ല അവർക്ക്. അതൊന്നുമില്ലേ ഇല്ല, എപ്പം കഴിക്കാം. കുടിച്ച ഒരു കുഴപ്പമില്ല. ഭാര്യയായിട്ട് ആൻസിയായിട്ട് മോനെ വഴക്കുണ്ടാക്കാറുണ്ടോ? അങ്ങനൊന്നുമില്ല, പങ്കില്ലാണ്ടിരിക്കുക. പങ്കുവയ്ക്കുക ദേശം വേണ്ടാവും. എന്നാലും ഞാൻ പറയാം, ഒന്നും പറയണ്ടാത്. അപ്പം കുടിച്ചാൽ ഒന്നും കൊണ്ടാണ്ടോ? കുടിച്ചിട്ടല്ല, അല്ലാതെ കുടിച്ചിട്ട് വന്നെങ്കിൽ പറയും. ഞാൻ പറയാം, ഒന്നും മിണ്ടാണ്ടേക്കതിന് ഒന്നും മിണ്ടുവരാ. ഞാൻ പറഞ്ഞു ഒന്നും മിണ്ടുവരാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. കുടിക്കുക വെച്ചാൽ ഈ കൂട്ട് മറ്റേ ചങ്ങാതിമാരായിട്ട് കുടിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ കുടിക്കുക, അത് വീട്ടിൽ കൊണ്ടേ കുടിക്കുക. ഈ പണിയുടെ അടുത്ത് താഴ്ന്ന് ജോലിയുടെ അടുത്ത് താഴ്ന്നിട്ട് ദേശം കൊടുക്കും. ഈ മരുമകള് നല്ല കുട്ടിയായിട്ട് തോന്നിയല്ലേ? എന്താ അഭിപ്രായം? അല്ലേ, നല്ല കുട്ടിയായിട്ടല്ലേ? അതല്ലേ, നല്ല കുട്ടിയായിട്ട്. പിന്നെ എന്താ സംഭവിച്ചു? തിരിച്ചു കിട്ടും എനിക്ക്, അത്രേ വേണ്ടു. എനിക്ക് മോനെ കിട്ടുക. മോനെ കിട്ടുമെന്ന് കുഞ്ഞിനെ അതൊക്കെ ചെറിയ കുഞ്ഞല്ലേ? കുഞ്ഞന്നെ, അത് ഞാൻ അങ്ങനെ നോക്കൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു കുട്ടിയുടെ ചെറിയ ഇങ്ങനെ എടുക്കുന്ന കുട്ടിയാ. അതിനിപ്പോ എന്താ നടക്കുന്ന സ്കൂൾ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ ആ അവസ്ഥയല്ലല്ലോ, അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം നമുക്ക് ഇനി ആ ഭാര്യയെ വിളിക്കാം. അതെ അതെ, അൻസിനെ വിളിക്കാം. അൻസിനെ വിളിച്ചിട്ട് ആ അൻസിന്റെ വേർഷനും കൂടെ നമ്മൾ കേൾക്കണമല്ലോ. കാരണം സത്യത്തിൽ ഒരു തലയുമാലും ഇല്ലാതെ ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് എന്തുകൊണ്ട് ഏതുകൊണ്ടാണ് അവർക്ക് പറയുന്നതും കൂടെ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോ ഫിൽ ഇൻ ദ ഗ്യാപ്സ് പോലെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മൾ കുട്ടിക്കാലത്ത് എഴുതുമല്ലോ, അതുപോലെ വല്ലതൊക്കെ സെന്റൻസിന്റെ ഇടയിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുമോ? ചിലപ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് സ്റ്റോറി ആയിരിക്കും. നമുക്ക് ഹരീഷിന്റെ വൈഫിനെ വിളിക്കാം. ആൻസി വരൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയല്ലത് ജീവിതം, അമൃത TV, ഇടഗ്രാമം, കരുമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ: ജീവിതം@amritatv.com.